Hi friends, GRAYSON infosystem മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു Ryzen വെച്ചിട്ടുള്ളൊരു സിസ്റ്റം ചെയ്യാണ്. AMD Ryzen. ഇതാണ് AMD Ryzen 3 സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സറാണിത്. പിന്നെ അതിനകത്തേക്ക് വേണ്ടിയിട്ട് അസ്യൂസിൻ്റെ ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോസസ്സറാണ്. പ്രീമിയം A320MK അസ്യൂസ് ഈ മദർ ബോർഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് 4GB RAM ക്രൂഷ്യലിൻ്റെ 500GB ഹാർഡ് ഡിസ്ക്, പിന്നെ 120GB SSD, പിന്നെ UPS, സ്പീക്കർ, DVD, ഡെല്ലിൻ്റെ മൗസ്, മെർക്കുറിയുടെ കീബോർഡ്, കോമ്പാക്റ്റിൻ്റെ മോണിറ്റർ, ഫിംഗേഴ്സിൻ്റെ ക്യാബിനറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ Ryzen 3 വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മദർ ബോർഡ് ഓപ്പൺ ചെയ്യാം. മദർ ബോർഡിൻ്റെ സ്റ്റിക്കർ ഓക്കെ. അതിനകത്ത് നോക്കുമ്പോൾ മദർ ബോർഡ്, അപ്പോൾ അതിനകത്ത് വരുന്നത് സാറ്റ കേബിള്, പിന്നെയുള്ളത് മദർ ബോർഡ്, അതിൻ്റെ IO ഷീൽഡ്, പിന്നെ ബുക്ക്ലെറ്റ്, ഡ്രൈവർ CD. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമുക്കിതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് അസംബ്ലി സമയത്ത് വേണ്ടി വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. തൽക്കാലം ഇതോടെ ഈ പ്രോസസ്സർ കട്ട് ചെയ്യാം. പ്രോസസ്സർ നമുക്കിങ്ങനെ ഈ സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ Ryzen. അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, യൂസർ മാനുവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഫാനാണ് പ്രധാനമായിട്ടും ഈ ബോക്സിനെ ഇത്രയും വലുതാക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ഫാനാണ് AMD. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും നമുക്കിപ്പം പ്രോസസ്സർ, പിന്നെ ഇതിനകത്ത് ഇതുണ്ട്, സ്റ്റിക്കേഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട്, ഗ്രാഫിക്സിനെ സംബന്ധിക്കുന്നത്. പിന്നെ Ryzenൻ്റെ ഫിംഗേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്യാബിനറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വന്ന് പൊട്ടിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാബിനറ്റാണ്. ഫ്രണ്ടൊക്കെ നോക്കിയാൽ USB 3 പോർട്ട് വരുന്നുണ്ട്, 2 ഉണ്ട്, DVD വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ബാക്ക് നമ്മൾ നോക്കിയാലും ഒരു കുഴപ്പമില്ലാത്തതാണ് ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വായു സഞ്ചാരമുണ്ട്, എയർ സർക്കുലേഷൻ. അത്യാവശ്യം നല്ല ക്യാബിനറ്റാണ്. ബാക്കി അസംബ്ലിയിലേക്ക് നോക്കാം. ഇതാണ് പിൻ നമ്പർ 1. നമ്മുടെ ബോർഡിലും പിൻ നമ്പർ 1.
ഓക്കെ, എന്നിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ഓഡിയോ കട്ട് ചെയ്യുന്നില്ല. എല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. മദർ ബോർഡിൽ വരുന്ന പ്ലാസ്റ്റിക് ക്ലിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ AMDയുടെ അത് ഫാൻ വന്നിട്ട് ഓൾറെഡി ക്ലിപ്പ് ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ അതും ഇതിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് ആ ക്ലിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ റാം. അതിനകത്ത് റാം മെമ്മറി ഓപ്പൺ ചെയ്തു. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള പ്രതിഭാസം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സർക്യൂട്ടുകളിലൊന്നും നമ്മൾ സ്പർശിക്കാൻ പാടില്ല. അത് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ മദർ ബോർഡ് എടുത്താലും ഞാൻ പിടിച്ചതായിട്ട് കാണും. ഈ അടിവശത്തായിട്ട് ഒന്നും പിടിക്കാൻ പാടില്ല. റാം ഇൻസേർട്ട് ചെയ്യുന്നത് രീതി നോക്കാം. ഇത് DDR4 ആണ്. ഇവിടെ ഒരു നോച്ചുണ്ട്. ആ നോച്ച് ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു. രണ്ട് സൈഡിൽ നിന്നും പ്രഷർ കൊടുക്കുക. കറക്റ്റ് ലോക്ക്. ഓക്കെ. ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ തിയറിറ്റിക്കലി അനുസരിച്ച് ഈ സ്ലോട്ടാണ് ഫസ്റ്റ് സ്ലോട്ടാണ് ഉപയോഗിക്കാനുള്ളത്. പക്ഷേ ഫാനിൻ്റെ ഈ ഭാഗം ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്ലോട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സ്ലോട്ടിലേക്ക് ഇട്ടത്. ഓക്കെ. റൈസൻ്റെ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SSD സൈഡിലായിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ്. ഏകദേശം ആ സ്പീഡ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞു. പവർ ഓൺ ചെയ്ത് വരുന്ന സമയം നമുക്ക് നോക്കാം. പവർ ബട്ടൺ പ്രസ് ചെയ്തു. എത്തി.